CPIM പത്തനംതിട്ട തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ സ്ഥാനത്ത് നിന്ന് നീക്കിയ പാർട്ടി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് വന്നതോടെ തിരുവല്ലയിൽ CPIMൽ വിഭാഗീയത രൂക്ഷമായ സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ ഫ്രാൻസിസ് വി ആന്റണി ശ്രമിച്ചു എന്ന ഒരു വിഭാഗത്തിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടിയെടുത്തത്. കഴിഞ്ഞ 3 ടേമുകളിലായി CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തുടർന്നു വരുന്ന നേതാവാണ് ഫ്രാൻസിസ് വി ആന്റണി. നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഫ്രാൻസിസ് വി ആന്റണിയെ മാറ്റി. എന്നാൽ ഏരിയ കമ്മിറ്റി അംഗമായി ഫ്രാൻസിസ് വി ആന്റണി തന്നെ തുടരും. തിരുവല്ലയിൽ പാർട്ടിയിൽ കടുത്ത വിഭാഗീയതയുണ്ടെന്ന് CPIM സംസ്ഥാന സമ്മേളനം വിലയിരുത്തിയിരുന്നു. അതേസമയം ഫ്രാൻസിസ് വി ആന്റണിയെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഒരു ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ നടപടിയെടുത്തതിനാലാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് പാർട്ടി അംഗം ഫോണിൽ സംസാരിച്ചപ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഫ്രാൻസിസ് വി ആന്റണി എന്തുകൊണ്ട് താക്കീത് നൽകിയില്ല എന്നാണ് എതിർവിഭാഗം ചോദിക്കുന്നത്. വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിലാണ് തിരുവല്ലയിലെ CPIMൽ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടതും CPIM തിരുവല്ല ഏരിയ സെക്രട്ടറിയായ ഫ്രാൻസിസ് വി ആന്റണിയെ നീക്കിയതും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതായിരുന്നു ഈ തീരുമാനം. ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഉയർന്ന നിരവധി പരാതികളെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദ്, R അജയകുമാർ എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് നടപടിയെടുത്തത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലയളവ് മുതലുള്ള പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു നൽകാൻ നിർദ്ദേശിച്ചതടക്കമുള്ള പരാതികൾ കമ്മീഷൻ മുൻപാകെ എത്തിയിരുന്നു. തിരുവല്ലയിലെ വിവിധ വിഷയങ്ങളിൽ ഏരിയ സെക്രട്ടറിയുടെ നിലപാടുകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ചുമത്രയിലെ സജിമോനെതിരായ പീഡന പരാതിയിൽ അയാൾക്ക് അനുകൂലമായ നിലപാട് ഫ്രാൻസിസും സംഘവും സ്വീകരിച്ചിരുന്നു. ഫ്രാൻസിസും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അഡ്വക്കേറ്റ് R സനൽകുമാറുമായി നേർക്കുനേർ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇരുവരും കുറ്റം പരസ്പരം കെട്ടിവെക്കുന്നതിന്റെ ഭാഗമായി വാർത്ത ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയതായി ആരോപണമുണ്ടായിരുന്നു. ഫ്രാൻസിസിന്റെ ഭാര്യ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത് വിവാദമായപ്പോൾ സനൽ നിലനികത്തുന്നുവെന്ന ആക്ഷേപം ഉയർത്തിയാണ് പകവീട്ടിയത്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് സജിമോന്റെ പീഡന വിഷയവും വിവാദമാക്കിയത്. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിനായി ശ്രമിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനമുണ്ടായത്. കടപ്ര പഞ്ചായത്ത് 8ാം വാർഡായ പരുമലയിലെ പാർട്ടി സ്ഥാനാർത്ഥി മോളിക്കുട്ടിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തതായാണ് ആരോപണം ഉന്നയിച്ചത്. CPIM ശക്തി കേന്ദ്രത്തിൽ മോളിക്കുട്ടി 350 വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു വിഭാഗത്തിന് അനുകൂലമായി നിലപാടെടുത്തു എന്നായിരുന്നു ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഉയർന്നുകേട്ട പരാതി. വനിതാ പാർട്ടി അംഗം ഫ്രാൻസിസ് വി ആന്റണിയെ ഫോണിൽ വിളിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുമെന്ന് സംസാരിച്ചിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഫ്രാൻസിസ് വി ആന്റണി ഫോണിൽ മറുപടി നൽകിയില്ല. സ്ഥാനാർത്ഥിക്കെതിരെ ഏരിയ സെക്രട്ടറി പാർട്ടി പ്രവർത്തകയോട് ഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദരേഖ അടക്കം മേൽഘടകത്തിന് പരാതി നൽകിയിരുന്നു. ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു. പരുമല ഉഴത്തിൽ ബ്രാഞ്ച് അംഗമാണ് മോളിക്കുട്ടി. ഇവരെ അടക്കം ചില അംഗങ്ങളെ 1 മാസം മുൻപ് ബ്രാഞ്ചിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പഴയ വിഷയം വീണ്ടും ചൂടുപിടിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടും പരിഗണിച്ചുകൊണ്ടാണ് ബുധനാഴ്ച നടപടിയെടുത്തതും.